കിടപ്പറ ദൃശ്യങ്ങൾ ഭർത്താവ് അശ്ലീല സൈറ്റുകൾക്ക് വിറ്റെന്ന പരാതിയുമായി ഭാര്യ പോലീസിനെ സമീപിച്ചിരുന്നു. പങ്കാളികളെ കൈമാറുന്ന സംഘവുമായി ഭർത്താവിന് ബന്ധമുണ്ടെന്നും അത്തരം ചില ഗ്രൂപ്പുകളിൽ ഭർത്താവ് അംഗമായിരുന്നുവെന്നും അവരുടെ പരാതിയിലുണ്ട്. ദൃശ്യങ്ങൾ പങ്കുവച്ചതിൽ ഭർത്താവിന് ഒട്ടും കുറ്റബോധമില്ലെന്നും യുവതി മൊഴി കൊടുത്തിരുന്നു. തനിക്ക് കാണാനെന്ന പേരിൽ ദൃശ്യങ്ങൾ പകർത്തി പണം സമ്പാദിക്കുകയാണ് ഭർത്താവ് ചെയ്തിരുന്നതെന്ന് യുവതി മനസ്സിലാക്കിയത് സുഹൃത്തുക്കൾക്ക് തോന്നിയ സംശയത്തിൽ നിന്നാണ്. UK-യിൽ താമസിക്കുന്ന കൊല്ലം സ്വദേശികളാണ് ദമ്പതികൾ. സമാനമായ മറ്റൊരു കേസും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ച ശേഷം ഭാര്യയും ഒന്നിച്ചുള്ള കിടപ്പറ രംഗങ്ങൾ ഭർത്താവ് ടെലഗ്രാമിൽ പങ്കുവച്ചെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. കൂത്താട്ടുകുളം സ്വദേശിയായ യുവതിയാണ് ഭർത്താവിനെതിരെ പരാതിയുമായി വന്നിട്ടുള്ളത്. നിർബന്ധിച്ച് ലഹരി നൽകിയെന്നും അധ്യാപികയായ യുവതിയുടെ പരാതിയിലുണ്ട്. പരാതിയിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനുമെതിരെ പോലീസ് കേസെടുത്തു. ഭാര്യയും ഒന്നിച്ചുള്ള ഏറ്റവും സ്വകാര്യമായ നിമിഷങ്ങൾ അത് ക്യാമറയിൽ പകർത്തുകയും ആ ദൃശ്യങ്ങൾക്ക് വിലയിട്ടതും ഭർത്താവ്. ഇവിടെ ചോദ്യം ഇതാണ്: എന്താണ് ഒരാളെ സ്വന്തം പങ്കാളിയുടെ സ്വകാര്യത പോലും പണത്തിനോ മറ്റേതെങ്കിലും നേട്ടത്തിനോ വേണ്ടി വിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്? ഇതിനു പിന്നിൽ ഒരൊറ്റ കാരണം മാത്രമാകണമെന്നില്ല. പണത്തിനോടുള്ള അതിരുകടന്ന താല്പര്യം മുതൽ പങ്കാളിയുടെ സ്വകാര്യതയോടുള്ള ബഹുമാനക്കുറവ് വരെ പല ഘടകങ്ങളും ഇതിനു പിന്നിലുണ്ടാകാം. ചിലരിൽ വിവാഹബന്ധം എന്നത് പരസ്പര വിശ്വാസത്തിൻ്റെ ബന്ധമല്ല, മറിച്ച് പങ്കാളിയുടെ മേൽ അവകാശം സ്ഥാപിക്കാനുള്ള ലൈസൻസായി മാറും. ഭാര്യയല്ലേ, അതുകൊണ്ട് അവളുടെ സ്വകാര്യതയിലും തനിക്ക് അവകാശമുണ്ട് എന്ന അപകടകരമായ ചിന്ത. മറ്റൊരു വശത്ത് ഓൺലൈൻ രംഗത്തെ സാമ്പത്തിക നേട്ടങ്ങളാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് ചിലരെ നയിക്കുന്നത്. സ്വകാര്യ ദൃശ്യങ്ങൾക്ക് വിപണിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മനുഷ്യബന്ധത്തേക്കാൾ പണത്തിന് വില കൊടുക്കുന്ന മനോഭാവം രൂപപ്പെടാം. ചില കേസുകളിൽ മറ്റുള്ളവർ തൻ്റെ സ്വകാര്യ ജീവിതം കാണുന്നതിൽ നിന്ന് ലഭിക്കുന്ന അസാധാരണമായ ആവേശവും ഒരു ഘടകമായേക്കാം. ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് കരുതി ഒരാളുടെ സ്വകാര്യത മറ്റൊരാൾക്ക് സ്വന്തമാകുന്നില്ല. ഭാര്യ എന്നത് അവളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും മറ്റൊരാൾക്ക് നൽകാനുള്ള അനുമതിയല്ല. ഇത് വിശ്വാസത്തിൻ്റെ ദുരുപയോഗമാണ്, സ്വകാര്യതയുടെ ലംഘനമാണ്. ഒപ്പം ഏറ്റവും അടുത്ത ബന്ധത്തിനുള്ളിൽ നിന്നു തന്നെ ഒരു വ്യക്തിയുടെ അതിരുകൾ തകർക്കപ്പെടുന്ന ഗുരുതരമായ കുറ്റകൃത്യവും ഒപ്പം വിശ്വാസവഞ്ചനയുമാണ്. ഭാര്യയാണെന്നതിൻ്റെ പേരിൽ അവളുടെ സ്വകാര്യതയിലും ശരീരത്തിലും തനിക്ക് പൂർണ്ണ അവകാശമുണ്ടെന്ന തെറ്റായ ധാരണ ചിലരിൽ ഉണ്ടാകാം. അത്തരമൊരു മനോഭാവത്തിൽ ഭാര്യയുടെ സമ്മതം കൂടാതെ എടുത്ത ദൃശ്യങ്ങൾ പോലും എനിക്ക് അവകാശപ്പെട്ടതെന്ന നിലയിൽ കാണപ്പെടാം. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങളെ കേവലം ഒരു അശ്ലീല വീഡിയോകളുടെ കഥയായി മാത്രം കാണാനാകില്ല. ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് സാമ്പത്തിക നേട്ടം വലിയ പ്രേരക ശക്തിയായിരിക്കാം. ഒരിക്കൽ സ്വകാര്യ ദൃശ്യങ്ങൾ പണം സമ്പാദിക്കാനുള്ള മാർഗമാണെന്ന് മനസ്സിലായാൽ ബന്ധത്തിൻ്റെ വിശ്വാസത്തേക്കാൾ സാമ്പത്തിക ലാഭത്തിന് പ്രാധാന്യം നൽകുന്ന അവസ്ഥയിലേക്ക് ആ വ്യക്തി മാറാം. ആദ്യ പരാതിയിൽ യുവതി പോലീസിനോട് പറഞ്ഞത് ദൃശ്യങ്ങൾ പങ്കുവച്ചതിൽ ഭർത്താവിന് അല്പം പോലും കുറ്റബോധം ഇല്ലെന്നായിരുന്നു. സ്വന്തം പങ്കാളിയുടെ സ്വകാര്യത പകർത്തിയിട്ടും കുറ്റബോധം തോന്നാതിരിക്കാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ചിലപ്പോൾ ഇരയെ ഒരു വ്യക്തിയായി കാണാതെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു ഉപാധിയായി മാത്രം കാണുന്ന മനോഭാവം ആയിരിക്കാം. പങ്കാളിയുടെ വേദനയെയും അപമാനത്തെക്കാളും ഉപരി സ്വന്തം ആഗ്രഹത്തിനും നേട്ടത്തിനും പ്രാധാന്യം നൽകുന്നതുമാകാം. ഇത്തരം കേസുകളിൽ കുറ്റകൃത്യത്തെക്കാൾ ഭയപ്പെടുന്നതായി തോന്നുന്നത് കുറ്റബോധം ഇല്ല എന്നതാണ്. ഒരിക്കൽ സ്വകാര്യ ദൃശ്യം ഡിജിറ്റൽ ലോകത്ത് എത്തിയാൽ പിന്നീട് തിരിച്ചെടുക്കുക പലപ്പോഴും അസാധ്യമാണ്. ഒരാൾക്കത് വെറുമൊരു വീഡിയോ മാത്രമായിരിക്കാം, പക്ഷേ അതിൻ്റെ ഇരയ്ക്ക് അത് ജീവിതകാലം മുഴുവൻ പിന്തുടർന്ന അപമാനവും ഭയവും മാനസിക ആഘാതവുമായി മാറാം. കിടപ്പറയിലെ സ്വകാര്യത എന്നത് ഒരു ദാമ്പത്യത്തിലെ ഏറ്റവും ആഴമുള്ള വിശ്വാസത്തിൻ്റെ ഇടമാണ്. ആ വിശ്വാസം രഹസ്യമായി റെക്കോർഡ് ചെയ്യുകയും പിന്നീട് പണത്തിനോ ആസ്വാദനത്തിനോ വേണ്ടി മറ്റുള്ളവരുടെ മുന്നിലേക്ക് തുറന്നിടുകയും ചെയ്യുമ്പോൾ വിൽക്കപ്പെടുന്നത് ഒരു വീഡിയോ മാത്രമല്ല, ആ ബന്ധത്തിലെ വിശ്വാസം തന്നെയാണ്. ഒരാൾ മറ്റൊരാളിൽ സുരക്ഷിതമായി ഏൽപ്പിച്ച സ്വകാര്യതയെ വാണിജ്യവൽക്കരിക്കുന്ന പ്രവൃത്തിയാണ്. കാരണം കിടപ്പറയുടെ വാതിലടയുമ്പോൾ സംരക്ഷിക്കപ്പെടേണ്ട സ്വകാര്യത മറ്റൊരാളുടെ ലാഭത്തിനായി ലോകത്തിന് മുന്നിൽ തുറന്നുവിടുന്ന നിമിഷത്തിലേക്കാണ് ഈ കുറ്റകൃത്യത്തിൻ്റെ യഥാർത്ഥ ക്രൂരത വെളിവാകുന്നത്. ക്യാമറയിൽ പതിഞ്ഞത് ചില സ്വകാര്യ നിമിഷങ്ങൾ മാത്രം. സ്നേഹവും വിശ്വാസവും കൊണ്ട് സുരക്ഷിതമാകേണ്ട കിടപ്പറയെ ഒരാൾ പണത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും വിപണിയാക്കി മാറ്റുമ്പോൾ അവിടെ വിൽക്കപ്പെടുന്നത് ശരീരത്തിൻ്റെ ദൃശ്യങ്ങളല്ല, ഒരു ബന്ധത്തിൽ മറ്റൊരാൾ സുരക്ഷിതമായി ഏൽപ്പിച്ച വിശ്വാസമാണ്.